അങ്ങനെ ഞങ്ങൾ രാവിലെ നീച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. അങ്ങനെ ഞാൻ വിഷ്ണുവിനോട് എൻ്റെ മുടി ഒന്ന് മര്യാദയ്ക്ക് കോംബ് ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യൂ. അപ്പം അവനിത് കോംബ് ചെയ്ത് തരുന്നതാണ് നിങ്ങൾ കാണുന്നത്. എന്തായാലും വൃത്തിക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പം നമ്മളിനി ബൊട്ടാനിക്കൽ ഗാർഡനിൽ പോവാണ്. പണ്ട് ഇവിടുത്തെ പാർക്കിംഗ് ഒക്കെ ഒരു ഗ്രൗണ്ടിൻ്റെ ഉള്ളിലായിരുന്നു, ചുറ്റോറ് ഷോപ്സ് ഉള്ളത്. പക്ഷെ ഇവിടെ ഇപ്പോൾ കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഒരു കോംപ്ലക്സിൻ്റെ ഉള്ളിലായിട്ടാണ് ഈ സ്ഥലം വരുന്നത്. ഇപ്പൊ നമ്മൾ ഗ്ലാസ് റൂമിന്റെ ഉള്ളിലാണ് ഉള്ളത്. ഇതിന്റെ ഉള്ളിൽ മെയിൻ ആയിട്ടുള്ളത് ബിഗോണിയാസ് ആട്ടോ. ഈ ബിഗോണിയാസ് നമ്മളെ നാട്ടിലും അത്യാവശ്യം ഉണ്ടാവുന്ന ഒരു ടൈപ്പ് ചെടിയാണ്. പിന്നെ ഇതിന് വെള്ളം ഓവറായിട്ട് ഒഴിച്ചാൽ അപ്പം തന്നെ ചീഞ്ഞു പോകും. പണ്ട് വീട്ടിലൊക്കെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് സെൽഫി ഒക്കെ എടുത്തിട്ട് അവിടെ നിന്ന് നടന്നു. ഈ ആനേന്റെ സ്റ്റാച്ചു കുറച്ച് ക്യൂട്ടായി തോന്നിയപ്പോൾ അപ്പം തന്നെ എനിക്കൊരു ഫോട്ടോ വേണമെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ വരുമ്പോൾ നിങ്ങളൊരു ക്യാപ്പ് കൊണ്ടുവരുന്നത് നല്ല കേട്ടോ. അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങളത് കൊണ്ടുവരാൻ മറന്നും പോയി. പിന്നെ തിരക്കിനെ പറ്റി പറയാച്ചാ വല്ലാതെ തിരക്കൊന്നുമില്ല, ഒരു മീഡിയം തിരക്ക്. അതെന്താന്ന് വെച്ചാൽ ഞങ്ങൾ ഈ പോയ സമയം എന്ന് പറഞ്ഞാൽ ഫ്ലവർ ഷോ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതിൻ്റെയൊക്കെ അറേഞ്ച്മെന്റ്സ് തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് പീസ്ഫുൾ ആയിട്ട് നടക്കണമെങ്കിൽ ഫ്ലവർ ഷോ കഴിഞ്ഞിട്ട് പോയിട്ടാ കാര്യമുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഫ്ലവേഴ്സ് നന്നായിട്ട് ആസ്വദിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഫ്ലവർ ഷോന്റെ ടൈം തന്നെ വരാൻ നോക്കണം. ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന്റെ ശേഷം നേരെ റൂമിലേക്ക് പോയിട്ട് ഫുഡ് കഴിച്ചു. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ കെറ്റി വാലി ആണ്. അത്യാവശ്യം റീൽസും ഫോട്ടോസിലൊക്കെ ഫേമസ് ആയ സ്ഥലമാണ്. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.